ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാത്ത ഒരാളും ഈ ഭൂമിയിലില്ല. കഷ്ടതകളില്ലാത്ത ഒരു ജീവിതമല്ല, മറിച്ച് കഷ്ടതകളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ് നാം ഓരോരുത്തരും കെട്ടിപ്പടുക്കേണ്ടത്. ദൈവത്തിന് പ്രകാരം പറയുന്നു, ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, കർത്താവ് നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 55:22. ഭാരങ്ങൾ അപ്രത്യക്ഷമാകുന്നതിനേക്കാൾ വലിയ അത്ഭുതം ആ ഭാരങ്ങൾക്കിടയിലും പതറാതെ നിൽക്കാൻ നമുക്ക് ലഭിക്കുന്ന ദൈവിക ശക്തിയാണ്. പ്രതിസന്ധികളില്ലാത്ത കടൽ ഒരിക്കലും ഒരു കപ്പൽ യാത്രികനെ കരുത്തനാക്കില്ല. അതുപോലെ കഠിനമായ ഭാരങ്ങളാണ് നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വീരന്മാരാക്കി മാറ്റുന്നത്. ദൈവം നിങ്ങളെ ഒരു കൊടുങ്കാറ്റിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കാനുള്ള കരുത്തും കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. നമ്മുടെ തോളുകൾക്ക് കരുത്ത് കൂടുമ്പോൾ ഭാരങ്ങൾ നമുക്ക് ലഘുവായി അനുഭവപ്പെടും. ഓരോ കഷ്ടതയും നമ്മുടെ ആത്മീയ പേശികളെ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങളാണ്. എൻ്റെ ഉപദേശം ഇതാണ്: ജീവിതത്തിൽ ഭാരങ്ങൾ കൂടുമ്പോൾ പരാതി പറയരുത്. പകരം ആ ഭാരങ്ങളെ പുഞ്ചിരിയോടെ ചുമക്കാൻ തക്കവണ്ണം നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. ദൈവം നിങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളെ മാറ്റുന്നില്ലെങ്കിൽ ആ പ്രശ്നങ്ങളെക്കാൾ വലിയ ഒരാളായി നിങ്ങളെ മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കരുത്തുള്ള തോളുകൾക്കായി പ്രാർത്ഥിക്കുക. നിങ്ങൾ വിജയിക്കും. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.